സോങ്ങും ആ ഒരു ഗെയിമൊക്കെ കൂടുവാനായിട്ട് പോകാൻ റെഡിയായി നിൽക്കുകയാണ്. ഹാനും ഇവിടെ കുറെ അധികം ഓർഡേഴ്സ് ഒക്കെ വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ നീ എന്നെ ഹെൽപ്പ് ചെയ്യാമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവളെ വിളിക്കുന്നുണ്ടെങ്കിലും ഇന്ന് തനിക്ക് ഡേറ്റിന് പോകണമെന്നൊക്കെ പറഞ്ഞ് അവളും ലീവ് എടുക്കുന്നു. എല്ലാവരെയും ആംബുലൻസിലൊക്കെ കയറ്റി വിട്ടതിന് ശേഷമായിരുന്നു സോവും പോകുന്ന കാര്യത്തെക്കുറിച്ചൊക്കെ ഓർക്കുന്നത്. അങ്ങനെയിരിക്കെ ലൂവും അവന്റെ ബൈക്കിന്റെ കീ ഒക്കെ കൊടുത്തിട്ട് ഇതിൽ പോകുകയാണെങ്കിൽ ട്രാഫിക് ബ്ലോക്ക് ഒക്കെ ഒഴിവാക്കുവാനായിട്ട് സാധിക്കുമെന്നൊക്കെ പറയുന്നു. എന്തായാലും ഇപ്പോൾ ഇട്ടിട്ടുള്ള ഡ്രസ്സൊന്നും ഇടേണ്ടെന്ന് പറഞ്ഞിട്ട് മറ്റൊരു ഡ്രസ്സൊക്കെ ലൂവും അവന് വേണ്ടി തയ്യാറാക്കിയിരിക്കുകയാണ്. അങ്ങനെ അവനും ആ ഒരു ഡ്രസ്സൊക്കെ ഇട്ട് അവളെ കാണുവാനായിട്ട് പോകുന്നു. അവളും കുറെ അധികം നേരം അവന് വേണ്ടി കാത്തു നിന്നിട്ട് ഒടുവിൽ അവൻ വരാതെ ആകുമ്പോഴത്തേക്കും അവിടെ നിന്നും പോകുകയാണ്. അവനും അവിടെ എത്തിയതിനു ശേഷം അവളെ ഒരുപാട് തവണ കോൾ ചെയ്ത് നോക്കുന്നുണ്ടെങ്കിലും കോളൊന്നും പോകുന്ന കൂടി ഉണ്ടായിരുന്നില്ല. അവനും കുറച്ചു ദൂരം ഓടി കഴിയുമ്പോഴത്തേക്കും അവളെ കണ്ടുമുട്ടുകയാണ്. എന്തായാലും ഇനി നമുക്ക് ആ ഒരു ഷോയിലൊന്നും പങ്കെടുക്കാനായിട്ട് സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ എന്റെ കൂടെ നീ നടക്കുവാൻ വരാനൊക്കെ പറഞ്ഞിട്ട് അവളും അവനെ കൂട്ടിക്കൊണ്ട് നടക്കുന്നു. അവനും ട്രെയിനിങ്ങിന്റെ ഇടയ്ക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന ഒരു കല്ലൊക്കെ അവൾക്ക് നൽകുകയാണ്. അങ്ങനെ ഇരിക്കെ അവൻ മറ്റൊരു കാര്യം പറയുന്നു. ഇതിനു മുമ്പ് ഒരു ഡിസ്ട്രാക്ഷനും ഇല്ലാതെയൊക്കെ ആയിരുന്നു അവനും റെസ്ക്യൂ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇന്ന് ഒരാളെ രക്ഷിക്കുവാനായിട്ട് പോയപ്പോൾ മുഴുവൻ അവളെ കുറിച്ചായിരുന്നു അവൻ ചിന്തിച്ചിട്ടുമുണ്ടായിരുന്നത്. ഡോപ്പമിൻ കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. എല്ലാ റിലേഷൻഷിപ്പിന്റെ തുടക്കത്തില് ഇങ്ങനെയൊക്കെ ആയിരിക്കും ഉണ്ടാക്കുക എന്നൊക്കെ അവളും പറയുന്നു. നമ്മൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ കൂടെ നമ്മൾ ചിലവഴിക്കുന്ന ഓരോ നിമിഷവും ഏറ്റവും മനോഹരമാക്കുവാനായിട്ട് നമ്മൾ ശ്രമിക്കണമെന്നൊക്കെ അവനും അവളുടെ അടുത്ത് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കും ആയിരുന്നു അവിടെ ഉണ്ടായിരുന്ന കുറെ അധികം ഫ്ലവേഴ്സ് ഒക്കെ വീഴുന്നത് അവർ കാണുന്നത്. അങ്ങനെ ഇരിക്കെ ഇങ്ങനെ ഫ്ലവേഴ്സ് ഒക്കെ വീഴുന്ന സമയമാണ് ശരിക്കും പ്രപ്പോസലൊക്കെ നടത്തുവാൻ പറ്റിയ സമയം. ആ ഒരു സമയത്ത് ആരെങ്കിലും പ്രപ്പോസ് ചെയ്യുകയാണെങ്കിൽ പോലും ഈ ഒരു ദൃശ്യങ്ങളൊക്കെ വളരെ മനോഹരമായത് കൊണ്ട് തന്നെ അവർക്ക് നോ പറയുവാനായിട്ട് സാധിക്കുകയില്ല എന്നൊക്കെ അവളും പറയുന്നു. എന്നാൽ എന്റെ അടുത്തും നോ പറയരുതെന്നൊക്കെ പറഞ്ഞ് അവൻ അപ്പോൾ തന്നെ അവളെ കിസ് ചെയ്യുകയാണ്. ഇനി അവൻ തിരിച്ചെത്തി കഴിയുമ്പോഴത്തേക്കും ലൂവിന്റെ അടുത്ത് ഞാൻ അവളെ കിസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയുകയാണ്. പക്ഷെ അവളും അതിനെ എതിർത്തൊന്നും തന്നെ പറഞ്ഞില്ല. അവളും എന്നെ ഇഷ്ടമാണെന്ന് തുറന്നു പറഞ്ഞില്ല. അതുകൊണ്ട് തന്നെ അതിന്റെ അർത്ഥം എന്താണെന്നറിയാതെയാണ് സു നിൽക്കുന്നത് പോലും. ഒന്നെങ്കിൽ അവൾക്ക് നിന്റെ അടുത്ത് ഇഷ്ടമൊന്നും ഉണ്ടാക്കുകയില്ല, അല്ല എങ്കിൽ അവൾ വെറുതെ തമാശയ്ക്ക് നിന്നെ പറ്റിക്കുന്നതൊക്കെ ആയിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ലൂവും നിൽക്കുന്നു. സുവും അവളുടെ മുഖത്ത് നോക്കുവാൻ പോലും ധൈര്യമില്ലാതെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ലൂവും നീ നേരിട്ട് അവളെ ചെന്ന് കണ്ടതിന് ശേഷം ഡേറ്റിന് വരാമോ എന്നൊക്കെ അവളോട് ചോദിക്കണം. അതിനുശേഷം നീ മര്യാദയ്ക്കൊന്ന് പ്രപ്പോസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ബാക്കി എന്ത് നടക്കുമെന്നൊക്കെ കാണാമെന്നൊക്കെ ലൂ പറയുമ്പോഴത്തേക്കും അവനും എന്നാൽ അങ്ങനെ ചെയ്യാമെന്നൊക്കെ ഓർക്കുകയാണ്. സോങ്ങും അവൻ കൊടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു കല്ലൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇരിക്കെ എന്തുകൊണ്ടാണ് അവൻ കിസ് ചെയ്തപ്പോൾ ഞാൻ അവനെ തല്ലാതിരുന്നതെന്നൊക്കെ ആയിരുന്നു സോങ്ങിന്റെ ചിന്തയും. പക്ഷേ അതൊക്കെ ഓർക്കുമ്പോഴത്തേക്കും അവൾക്കും ഒരു സന്തോഷമൊക്കെയാണ് മുഖത്തുണ്ടാക്കുന്നത്. അവളും ഉറങ്ങുവാനായിട്ടൊക്കെ കിടക്കുന്നുണ്ടെങ്കിലും അവനെ കുറിച്ച് ഓർക്കുന്നത് കൊണ്ട് തന്നെ അവൾക്ക് ഉറക്കം പോലും വരുന്നുണ്ടായിരുന്നില്ല. ഇനി അവനും അവൾക്ക് മെസ്സേജ് ഒക്കെ അയക്കുവാനായിട്ട് നോക്കുന്നുണ്ട്. അങ്ങനെ ഒടുവില മെസ്സേജ് ഒക്കെ അയച്ച് കഴിയുമ്പോഴത്തേക്കും അവളും ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. പിറ്റേ ദിവസം രാവിലെ അവൻ എണീക്കുമ്പോൾ തന്നെ അവളുടെ റിപ്ലൈ വല്ലതും വന്നിട്ടുണ്ടോ എന്നായിരുന്നു നോക്കുന്നത്. പക്ഷെ അവളാകട്ടെ അതിന് ഒരു റിപ്ലൈയും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. കിസ്സയൊക്കെ ആണെങ്കിൽ കപ്പിൾസായി മാറുമോ എന്ന സംശയമുണ്ടായിരുന്ന അവനും ഗൂഗിളിലൊക്കെ അത് നോക്കുകയാണ്. പക്ഷേ കിസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ പ്രപ്പോസ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്നായിരുന്നു അതിൽ എല്ലായിടത്തും എഴുതിയിട്ടുമുണ്ടായിരുന്നത്. ഇനി ഹാനിനെ കണ്ട് കഴിയുമ്പോഴത്തേക്കും സോങ്ങും അവൻ എന്റെ അടുത്ത് കിസ്സൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ എനിക്ക് അവന്റെ അടുത്തൊരു ക്രഷൊക്കെ തോന്നി തുടങ്ങിയിരിക്കുന്നു എന്നൊക്കെ അറിയിക്കുകയാണ്. പക്ഷെ അവനും മര്യാദയ്ക്കൊന്ന് പ്രപ്പോസ് പോലും ചെയ്യാതെ ആയിരുന്നു കിസ്സൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നതെന്നൊക്കെ സോങ് പറയുമ്പോഴത്തേക്കും ഇപ്പോഴാണ് നിനക്ക് പറ്റിയ ഒരാളെയൊക്കെ നീ കണ്ടുമുട്ടിയിട്ടുള്ളതെന്ന് ഹാനും അറിയിക്കുന്നു. ലൂവും ഇപ്പോൾ പുതിയൊരു ഐഡിയ ആയിട്ട് ചെന്നിരിക്കുകയാണ് എസ്കേപ്പ് റൂം. എസ്കേപ്പ് റൂമിന്റെ ഗെയിമൊക്കെ കളിക്കുകയാണെങ്കിൽ അവൾ ഒരുപാട് പേടിച്ചു പോകുന്നതായിരിക്കും. അങ്ങനെ അവൾ പേടിച്ച് കരഞ്ഞ് നിന്റെ അടുത്തേക്കൊക്കെ ഓടി വരും. അപ്പോൾ നീ വേണം അവളെ സമാധാനിപ്പിക്കുവാൻ. അതുവഴി നിനക്ക് അവളെ സ്വന്തമാക്കുവാനായിട്ട് സാധിക്കും. ഇതല്ലാതെ ഗേൾസിനെ വീഴ്ത്തുവാനായിട്ട് 100-ൽ കൂടുതൽ ഐഡിയാസ് ഒക്കെ എന്റെ കയ്യിൽ ഉണ്ടെന്ന് പറഞ്ഞ ലൂ നിൽക്കുമ്പോഴത്തേക്കും ഇതുവരെയായിട്ടും അവൻ ആരെയും വീഴ്ത്തിയിട്ടൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അവനും അതിനെക്കുറിച്ച് ഒരു ഐഡിയയും ഉണ്ടായിരുന്നില്ല. റെസ്ക്യൂ ടീമിന്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ തമ്മിൽ സംസാരിക്കുകയാണ്. ഒരാളാകട്ടെ ഒരു ദിവസം മുഴുവൻ കുറെ പൂച്ചകളുടെ പിറകെയൊക്കെ ഓടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു ജോലി തന്നെ മടുത്തിരിക്കുകയാണ്. അതായത് ഇതുപോലത്തെ ജോലികൾ ചെയ്യുവാനായിട്ടായിരുന്നില്ല അവനും റെസ്ക്യൂവിലൊക്കെ ചേർന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ ആകട്ടെ ഇതുപോലെ പൂച്ചയുടെയും പട്ടിയുടെയും കേസുകൾ മാത്രമേ ഇവർക്ക് കിട്ടുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ പുതിയ ആളുകളൊക്കെ ഇതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനും ഇതൊക്കെ നിർത്തി പോകുകയാണെന്ന് അവനും പറയും. അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു ഗേൾ ആകട്ടെ നമ്മൾ ഏത് രീതിയിലുള്ള ജോലി കിട്ടിയിട്ടുണ്ടെങ്കിലും അതൊക്കെ ചെയ്യേണ്ടതായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് അവനെ മോട്ടിവേറ്റ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ അടുത്തതായിട്ട് ഒരു ഡോഗിന്റെ കേസിന് പിറകെ പോകുവാനായിട്ടൊക്കെ അവൻ പോകുമ്പോഴത്തേക്കും അതിനു മുമ്പായിട്ട് തന്നെ ആ ഡോഗിനെയൊക്കെ തിരിച്ചു കിട്ടിയെന്ന വാർത്തയായിരുന്നു അവർ കേൾക്കുന്നത്. പിറ്റേ ദിവസം ഷോപ്പിലൊക്കെ നിൽക്കുമ്പോഴത്തേക്കും ആയിരുന്നു സോങ്ങും സൂന്റെ മെസ്സേജ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നലെ ഞാൻ ഉറങ്ങിപ്പോയെന്നും നീ മെസ്സേജ് അയക്കുവാനുള്ള കാരണം എന്താണെന്നും അവൾ അവനോടും ചോദിക്കുന്നു. ഇപ്പോൾ നമ്മുടെ റിലേഷൻഷിപ്പ് ഒക്കെ എത്രത്തോളം വളർന്നു എന്ന് അറിയുവാനായിട്ടാണ് ഞാൻ മെസ്സേജ് അയച്ചതെന്നൊക്കെ ആദ്യം അവൻ ടൈപ്പ് ചെയ്യുന്നുണ്ടെങ്കിലും പിന്നീട് എന്റെ കൂടെ ഇന്ന് നീ ഡിന്നറിനൊക്കെ വരാമോ എന്ന് വീണ്ടും ടൈപ്പ് ചെയ്യുന്നു.
പക്ഷേ എന്തൊക്കെ ടൈപ്പ് ചെയ്തിട്ടും അതൊന്നും തന്നെ അവന് സെൻഡ് ചെയ്യുവാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല. ഏറ്റവും ഒടുവിലായിട്ട് നീ സേഫ് ആയിട്ട് വീട്ടിലെത്തിയോ എന്നൊക്കെ അറിയുവാനായിട്ടാണ് ഞാനും മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നതെന്നാണ് അവൻ റിപ്ലൈ കൊടുക്കുന്നത്. പിന്നീട് അവനും അവളെ കോൾ ചെയ്തതിന് ശേഷം ലൂവനോട് ഒരു എസ്കേപ്പ് റൂമിന്റെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് അവിടെ പോയാലോ എന്നൊക്കെ സു ചോദിക്കുകയാണ്. പക്ഷെ അവൾക്കും അവിടെ പോകുവാനായിട്ട് ഒട്ടും തന്നെ താല്പര്യമില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഇന്ന് പോകാൻ പറ്റിയില്ലെങ്കിൽ നാളെ പോകാം, നാളെ പറ്റിയില്ലെങ്കിൽ മറ്റന്നാൾ പോകാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സു നിൽക്കുന്നത് കേട്ട് കഴിയുമ്പോൾ അവളും നാളെ പോകാമെന്നൊക്കെ തീരുമാനിക്കുന്നു. ഇനി ഷിയാനെ കണ്ട് കഴിയുമ്പോഴത്തേക്കും അവളും സു എസ്കേപ്പ് റൂമിലേക്കൊക്കെ വിളിപ്പിച്ച കാര്യം പറയുകയാണ്. അത് കേട്ട് കഴിയുമ്പോഴത്തേക്കും ബോയ്സ് ആകട്ടെ എസ്കേപ്പ് റൂമിലോട്ടോ അല്ലെങ്കിൽ ഹൊറർ ഫിലിം കാണാനോ വിളിക്കുകയാണെങ്കിൽ അവരുടെ ഉദ്ദേശം ഒന്ന് തന്നെ ആയിരിക്കും. എന്തായാലും ഞാൻ കൂടി നിങ്ങളുടെ ഒപ്പം വരാമെന്ന് അവൻ പറയുന്നു. അവരുടെ ടീമിലുണ്ടായിരുന്ന ഒരാൾക്ക് എസ്കേപ്പ് റൂം ഒക്കെ ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ അയാളുടെ അടുത്തേക്ക് പോകുവാനായിട്ടായിരുന്നു ലൂ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു കാര്യങ്ങളെല്ലാം തന്നെ അയാളോട് പറയുമ്പോഴത്തേക്കും അയാളും എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാമെന്ന് സമ്മതിക്കുന്നു. ഇനി ടീമിലുണ്ടായിരുന്ന മസിൽമാൻ ആകട്ടെ അവിടെ ഉണ്ടായിരുന്ന ഒരു ലേഡി സ്റ്റാഫിനെ കാണിക്കുവാനായിട്ട് മാത്രം അവൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ട് അവളുടെ പിറകെയൊക്കെ നടക്കുകയാണ്. സൂം ഇപ്പോൾ ലൂവിനെയും കൂട്ടിക്കൊണ്ട് എസ്കേപ്പ് റൂമിന്റെ ഒക്കെ മുമ്പിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ ടീമിലെ ആളോടൊക്കെ ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവൾ ഏറ്റവും കൂടുതൽ പേടിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും അതിലുണ്ടാക്കുക എന്നൊക്കെ ലൂവും പ്രോമിസ് ചെയ്യുന്നു. മാത്രമല്ല സൂവിനെ ഹഗ് ചെയ്തതിന് ശേഷം എന്നെ രക്ഷിക്കാമോ എന്നൊക്കെ വിളിച്ചുകൊണ്ട് അവൾ കരയുന്നതായിരിക്കും എന്നൊക്കെ ലൂ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കും ആയിരുന്നു അവള് ഹാനിനെയും ഷിയാനെയും കൂടി കൂട്ടിക്കൊണ്ട് അവിടെ എത്തുന്നത്. എസ്കേപ്പ് റൂമിന്റെ അകത്ത് പേടിക്കുവാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നിന്നെ പ്രൊട്ടക്ട് ചെയ്യുന്നതായിരിക്കുമെന്നൊക്കെ ഷിയാനും അവളുടെ അടുത്ത് പറയുമ്പോഴത്തേക്കും അതൊന്നും തന്നെ സൂവിന് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കെ അവരും അവരുടെ സാധനങ്ങളെല്ലാം തന്നെ അവിടെ വെച്ചതിന് ശേഷം എസ്കേപ്പ് റൂമിലേക്ക് പ്രവേശിക്കുന്നു. അവരും സ്കൂൾ കുട്ടികളെ പോലെ യൂണിഫോം ഒക്കെ ഇട്ടിട്ടായിരുന്നു അകത്തേക്ക് പ്രവേശിച്ചിട്ടുണ്ടായിരുന്നത്. അകത്താകട്ടെ ഒരു ക്ലാസ് റൂം സെറ്റപ്പ് ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് കണ്ടാൽ അത്രയ്ക്ക് പേടിയൊന്നും തോന്നുകയില്ല എന്ന് പറഞ്ഞ് സു നിൽക്കുമ്പോഴത്തേക്കും ലൂവും ഉറപ്പായിട്ടും നമ്മൾ പേടിക്കുന്നതായിരിക്കും എന്നൊക്കെ പറയുകയാണ്. സൂവിനെ കാണുന്ന സോങ്ങും നിന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ ഒരു ഉഴപ്പനായിട്ടുള്ള കുട്ടിയുടെ എല്ലാ ലക്ഷണങ്ങളും കാണുന്നുണ്ടെന്നൊക്കെ അവൾ പറയുകയാണ്. അത് കേൾക്കുമ്പോഴത്തേക്കും സോ നീയാകട്ടെ സ്കൂളിലെ ജൂനിയർ പിള്ളേരെയൊക്കെ സ്നേഹിക്കുന്ന രീതിയിലുള്ള ഒരു സീനിയറിനെ പോലെയാണ് തോന്നിക്കുക എന്നൊക്കെ അവളുടെ അടുത്തും പറയുന്നു. അങ്ങനെ ഇരിക്കെ അവൾ ഒരു സീറ്റിലൊക്കെ വന്നിരുന്ന് കഴിയുമ്പോഴത്തേക്കും അവളുടെ അടുത്തിരിക്കുവാനായിട്ട് ഷിൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ സൂ ആകട്ടെ അവനെ തട്ടി മാറ്റി ഫ്രണ്ടിൽ വന്നൊക്കെ ഇരിക്കുന്നു. പെട്ടെന്ന് തന്നെ ഡോർ അടയുകയും ലൈറ്റ്സ് ഒക്കെ ഓഫ് ആക്കുകയും ചെയ്യുകയാണ്. അവരും ഒരു അനൗൺസ്മെന്റ് ഒക്കെ കേൾക്കുന്നു. അവരെല്ലാവരും ടൈം ട്രാവൽ ഒക്കെ ചെയ്ത് ഇപ്പോൾ പഴയ കാലത്തിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. ഇപ്പോഴാകട്ടെ അവരുള്ളത് ഒരു കോളേജിലൊക്കെയാണ്. അവരുടെ എൻട്രൻസ് എക്സാം ആണ് പിറ്റേ ദിവസം നടക്കുവാനായിട്ട് പോകുന്നത്. ഇവിടെ ഒരു സ്ഥലത്ത് നാളത്തെ എക്സാമിന് വേണ്ടിയുള്ള പേപ്പറൊക്കെ വെച്ചിട്ടുണ്ട്. നിങ്ങളത് കണ്ടെത്തുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് തിരിച്ചു പോകുവാനായിട്ട് കഴിയുകയുള്ളൂ എന്ന് കൂടി അയാൾ പറയുന്നു. ഹാനിന് ആദ്യം തന്നെ പേടിയാകുന്നുണ്ട്. അങ്ങനെ ഇരിക്കെ മറ്റൊരു ഡോറൊക്കെ തുറന്നു വരുമ്പോഴത്തേക്കും അവരും അതിനകത്തൂടെ പ്രവേശിക്കുകയാണ്. ഇനി അവരങ്ങനെ നടന്നു പോകുന്ന വഴിക്ക് ഏറ്റവും ഒടുവിലായിട്ട് നിന്നിട്ടുണ്ടായിരുന്നത് ഷിയാൻ ആയിരുന്നു. പെട്ടെന്ന് ഒരു ശബ്ദമൊക്കെ കേൾക്കുമ്പോഴത്തേക്കും അവൻ ആകെ പേടിച്ചിട്ട് ആന്റി ആന്റി എന്നൊക്കെ വിളിച്ചുകൊണ്ട് സോങ്ങിന്റെ കയ്യിലൊക്കെ പോയി പിടിക്കുകയാണ്. അത് കേൾക്കുമ്പോഴത്തേക്കും ശരിക്കും നീ എന്താണ് വിളിച്ചതെന്നൊക്കെ ലൂവും സോവും ഒരുപോലെ അവനോട് വീണ്ടും ചോദിക്കുന്നു. ഞങ്ങൾ ഒന്നിച്ച് വളർന്നവരാണെന്നേ ഉള്ളൂ, ശരിക്കും ഇതെന്റെ ആന്റി ആണെന്നൊക്കെ ഷിയാനും അവരുടെ മുമ്പിൽ വെച്ചൊക്കെ പറയുന്നു. നിനക്ക് അറ്റ്ലീസ്റ്റ് ഒരാളെ പ്രേമിക്കുന്നതിന് മുമ്പായിട്ട് അവരുടെ ബാക്ക്ഗ്രൗണ്ട് എങ്കിലും ഒന്ന് ചെക്ക് ചെയ്തുകൂടായിരുന്നോ? ഇവന്റെ കാര്യം ഓർത്തിട്ടായിരുന്നോ നീ ഇത്രയ്ക്കൊക്കെ ജലസ് ആയിട്ടുണ്ടായിരുന്നോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ലൂവും ഇപ്പോൾ സൂവിനെ കളിയാക്കുകയാണ്. അങ്ങനെ ഇരിക്കെ രണ്ട് സൈഡിൽ നിന്നുമായിട്ട് രണ്ടുപേർ അവിടേക്ക് എത്തുന്നു. അവരെ കണ്ട് പേടിച്ചിട്ടുണ്ടായിരുന്ന ഷിയാനാകട്ടെ സോങ്ങിനെ പോയി പിടിക്കുമ്പോഴത്തേക്കും ഹാനും പേടി കാരണം ലൂവിനൊക്കെ ചെന്ന് പിടിക്കുകയാണ്. അപ്പോൾ മറ്റൊരു അനൗൺസ്മെന്റ് കൂടി കേൾക്കുന്നു. സ്കൂളിലാകട്ടെ സെക്യൂരിറ്റി ഗാർഡ്സ് ഒക്കെ ഉണ്ട്. അവർ നിങ്ങളെ പിടിക്കുകയാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് രക്ഷപ്പെടുവാനായിട്ട് സാധിക്കുകയില്ല എന്നായിരുന്നു ആൾ പറയുന്നത്. അതൊക്കെ കേട്ട് കഴിയുമ്പോഴത്തേക്കും സോ നമുക്ക് രണ്ടായിട്ടൊക്കെ പിരിയാമെന്ന് പറയുകയാണ്. അത് ഒരു തന്ത്രം മാറുന്നത് കൊണ്ട് തന്നെ ലൂ ആകട്ടെ ഷിയാനെയും ഹാനെയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്നും ഓടുന്നു. ഇനി സൂ ആകട്ടെ നേരെ സോങ്ങിനെയുമായിട്ടായിരുന്നു ഓടിയിട്ടുണ്ടായിരുന്നത്. ഷിയാൻ ആകെ പേടിച്ചൊക്കെ ആയിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കെ ഹാനിനെയും കൂട്ടിയിട്ട് ലൂ അവിടെ നിന്ന് മാറി നിൽക്കുകയാണ്. ഞാൻ പേടി കാരണം അറിയാതെ നിന്റെ കയ്യിലൊക്കെ പിടിച്ചു പോയതായിരുന്നു എന്ന് പറഞ്ഞ് ഹാനും ലൂവിന്റെ കയ്യിൽ നിന്നും പിടിയൊക്കെ വിടുമ്പോഴത്തേക്കും അവനാകട്ടെ നിനക്ക് അത്രയ്ക്ക് പേടിയാണെങ്കിൽ എന്റെ കയ്യിലൊക്കെ പിടിച്ചോളാൻ പറഞ്ഞിട്ട് അവന്റെ കൈ നീട്ടിക്കൊടുക്കുകയാണ്. പക്ഷെ അവൾ അപ്പോൾ കൈയൊന്നും പിടിക്കാതെ നിൽക്കുന്നുണ്ടെങ്കിലും പിന്നീട് പെട്ടെന്ന് സെക്യൂരിറ്റി ഗാർഡ്സ് ഒക്കെ അതിൽ ഓടുന്നത് കാണുമ്പോഴത്തേക്കും അവൾ നേരെ അവന്റെ കൈയൊക്കെ പിടിക്കുന്നു. ഷിയാനും അകത്ത് നിന്നുകൊണ്ട് ആന്റി ആന്റി എന്നൊക്കെ വിളിച്ച് കരയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് അവനെ ഹെൽപ്പ് ചെയ്യുവാനായിട്ട് പോകേണ്ടതെന്നൊക്കെ ഹാൻ ചോദിക്കുന്നുണ്ട്. പക്ഷെ അതിന് മറുപടിയായിട്ട് ലൂവും അവനിപ്പോൾ കുഞ്ഞുകുട്ടിയല്ലേ, കുറച്ചുകൂടി എക്സ്പീരിയൻസ് ഒക്കെ ആകട്ടെ, അതിന് ഇതുപോലത്തെയുള്ള സിറ്റുവേഷൻസ് ആണ് ഏറ്റവും നല്ലതെന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഹാനും അത് ശരിയാണെന്നൊക്കെ പറഞ്ഞു നിൽക്കുന്നു. സോങ്ങും കൂടി നേരെ എത്തിയിട്ടുണ്ടായിരുന്നത് ഒരു പെയിന്റിംഗ് റൂമിലൊക്കെ ആയിരുന്നു. അങ്ങനെ ഇരിക്കെ
ഇതിൽ കുറെ ഫ്ലവേഴ്സും ഫ്രൂട്ട്സും ഉണ്ട്. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഒരുപോലെ ഫ്ലവേഴ്സിലൊക്കെ പിടിച്ചു നോക്കാം, എന്തെങ്കിലും ക്ലൂ കിട്ടുമെന്നൊക്കെ പറഞ്ഞ് സൂ നിൽക്കുമ്പോഴത്തേക്കും അവിടെ ഉണ്ടായിരുന്ന രണ്ട് പെയിന്റിങ്സിൽ അവളും ശ്രദ്ധിച്ചു നോക്കുന്നു. അതിൽ ഫീമെയിൽ സീനിയർ എന്നും മെയിൽ സീനിയർ എന്നും എഴുതിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിലെ ഫീമെയിൽ സീനിയർ എന്ന് എഴുതിയിട്ടുണ്ടായിരുന്ന ഫ്രൂട്ട്സിന്റെ അതേലെ ഞാൻ പിടിച്ചു നോക്കാം, നീയാകട്ടെ മേലെന്ന് എഴുതിയിട്ടുണ്ടായിരുന്ന ഫ്ലവേഴ്സിലും ഒന്ന് പിടിച്ചു നോക്കുവാനായിട്ടൊക്കെ അവൾ പറയുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും ഒരുപോലെ അതിലൊക്കെ പിടിക്കുന്നു. അങ്ങനെ അവർ ഒന്നിച്ചു നിൽക്കുമ്പോഴത്തേക്കും എസ്കേപ്പ് റൂമിലൊക്കെ പോകുന്നത് ആരുടെ ഐഡിയ ആയിരുന്നു എന്നൊക്കെ അവൾ ചോദിക്കുകയാണ്. അതൊക്കെ ലൂയിന്റെ ഐഡിയ ആയിരുന്നു എന്ന കാര്യം സുവും അറിയിക്കുന്നു. അങ്ങനെ ഇരിക്കെ ഇപ്പോൾ നമ്മുടെ റിലേഷൻഷിപ്പിന്റെ സ്റ്റാറ്റസ് ഒക്കെ എങ്ങനെയാണ് പോകുന്നതെന്ന് അവനും ചോദിക്കുകയാണ്. അതിന് മറുപടിയായിട്ട് നമ്മളിപ്പോൾ ഫ്രണ്ട്സ് ആണെന്നൊക്കെ അവളും പറയുന്നു. പിന്നെ നീ എന്നെ കിസ് ചെയ്ത സമയത്ത് ആ ഒരു അറ്റ്മോസ്ഫിയർ ഒക്കെ വളരെ നല്ലതായിരുന്നു, അതുകൊണ്ടായിരുന്നു നിന്നെ ഞാൻ തല്ലാതൊക്കെ വിട്ടിട്ടുണ്ടായിരുന്നതെന്ന് അവൾ പറയുമ്പോഴത്തേക്കും ഇപ്പോൾ എങ്ങനെയാണ് അറ്റ്മോസ്ഫിയറിന്റെ കാര്യം എന്നൊക്കെ അവനും തിരിച്ചു ചോദിക്കുകയാണ്. അപ്പോഴേക്കും അവിടെ ഉണ്ടായിരുന്ന ഒരു ഡോർ തുറന്നു വരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ ഒക്കെ ആ ഒരു സീനോട് കൂടി അവസാനിക്കുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.